മെൻസ്ട്രൽ കപ്പ് വളരെയധികം എന്താ പറയണ്ടേ എളുപ്പമാണ് എന്ന് പറഞ്ഞു. പാഡ് വെക്കാനുള്ള മടി കാരണം കൂടുതലും ഇപ്പം ഞാൻ പേഴ്സണലി മെൻസ്ട്രൽ കപ്പ് അഡ്വൈസ് ചെയ്യുന്ന ഡോക്ടറല്ല. പക്ഷേ കപ്പ് എനിക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് പേഷ്യൻസും ഉണ്ട്. നമ്മുടെയൊക്കെ വരുന്നത് ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും. അത് ചിലപ്പോൾ പേഴ്സണൽ ഹൈജീൻ്റെ കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂർ കൂടുതൽ കപ്പ് അകത്ത് വെക്കരുത്. അതുപോലെ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്ന രീതി ഫലപ്രദമായിരിക്കണം. അപ്പം ലൈക്ക് പാഡ് അലർജി കാരണമായിരിക്കാം ഇവർ ചിലപ്പോൾ കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം നല്ല പാഡുകൾ ഉണ്ടെന്നും അലർജി ഉണ്ടാക്കാത്ത സാനിറ്ററി നാപ്കിൻസ് ഉണ്ടെന്നും അവർക്ക് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുക. പക്ഷേ സ്റ്റിൽ ഇഫ് ദർ ഇൻസിസ്റ്റിംഗ് ഓൺ കപ്പ് നമുക്ക് ചിലപ്പോൾ വേറെ ഓപ്ഷൻ കാണത്തില്ല. എനിക്കിതാണ് കംഫർട്ട്, എനിക്കിതാണ് കൺവീനിയൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കതേ പറ്റത്തുള്ളൂ. സ്റ്റെറിലൈസ് ചെയ്യണം. അത് വൃത്തിയായിട്ട് നമ്മുടെ മെൻസ്ട്രൽ ഹൈജീൻ കീപ്പ് ചെയ്യുക. ഇത്ര ഒരു 6 hours ഡ്യൂറേഷൻ കഴിയുമ്പോൾ ആ കപ്പ് മാറ്റുക. കപ്പിന് യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള അഡ്വൈസ് എടുത്തതിന് ശേഷം ഉപയോഗിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ക്രോണിക് പെൽവിക് ഇൻഫെക്ഷനിലേക്ക് നമ്മുടെ ബോഡിയെ നമ്മൾ പറഞ്ഞ കണക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കാരണമാണെങ്കിലും ലാക്ക് ഓഫ് പേഴ്സണൽ ഹൈജീൻ കാരണമാണെങ്കിലും ഇൻഫെക്ഷൻസ് വരാണ്ട് നോക്കുക.